ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു ദുഃഖ വാർത്തയായിരിക്കും നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാനായിട്ടുള്ളത്. പക്ഷെ ഇന്ന് വളരെ സന്തോഷകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഉള്ള വേർതിരിവുകളൊന്നുമില്ല. ആരൊക്കെ ശ്രമിച്ചാലും ആ ഒരു ഐക്യം തകർക്കാൻ സാധിക്കുകയുമില്ല. നമ്മുടെ വാർത്തകളിലൊക്കെ ഇടം നേടിയ ഒന്ന് തന്നെയാണ് യു.പിയിലെ ഹോളി ആഘോഷത്തിൽ മുസ്ലിം പള്ളികൾ അടച്ചിട്ടിരിക്കുന്നു എന്നുള്ളത്. നമ്മളെ ഒരു പ്രമുഖരായ വ്യക്തികൾ കളിയാക്കി 100% ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ അപമാനിച്ചവർ കാണേണ്ട ഒരു വാർത്തയായിരുന്നു. ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മുടെ മണക്കാട് പള്ളി, മുസ്ലിം പള്ളിയാണ്, അത് തുറന്നിട്ടിരിക്കുന്നു. ആ പള്ളിയുമായി ബന്ധപ്പെട്ട വാർത്ത ജസ്റ്റ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഈ ആറ്റുകാൽ പൊങ്കാലയും മണക്കാട് പള്ളിയുമായി ബന്ധപ്പെട്ട ചെറിയ വാർത്താ ക്ലിപ്പിംഗ് ഉണ്ട്, നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. മുസ്ലിം പള്ളികളിൽ പുലർച്ചെയുള്ള സുബഹി നമസ്കാരം കഴിഞ്ഞ് ഈ കാണുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ഗേറ്റ് ഇടാറാണ് പതിവ്. ചെറിയ ഗേറ്റ് തുറന്ന് ഇടും, അത്യാവശ്യം ആളുകൾക്ക് കയറി പോകാം. പക്ഷേ മണക്കാട് വലിയ മസ്ജിദിൻ്റെ ഗേറ്റ് ഇന്ന് തുറന്നു കിടക്കുകയാണ്. അതിനൊരു കാരണമേ ഉള്ളൂ, ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് കഷ്ടിച്ച് 500 മീറ്റർ മാത്രമേ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ളൂ. വരുന്ന ഹൈന്ദവ വിശ്വാസികൾക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നു. എല്ലാ സൗകര്യവും എന്ന് പറയുമ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന ആളുകൾക്ക് പള്ളിയുടെ പാർക്കിംഗ്, അതിൻ്റെ ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള സ്ഥലം പള്ളിക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നു. ഒപ്പം പുരുഷന്മാരായ ഹൈന്ദവ വിശ്വാസികൾ, ഇവ സ്ത്രീകൾക്കൊപ്പം വന്ന ആളുകൾ പള്ളിക്കകത്ത് താമസിക്കുന്നു. ഇത് പള്ളിയുടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള മുറിയാണ്. പള്ളി സ്ത്രീകൾ സാധാരണഗതിയിൽ അതിൻ്റെ മുകളിൽ ആ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കുള്ള നമസ്കാര സ്ഥലം എന്നതാണ്. അത് മാറ്റി ഇവിടെ പോലീസ് എന്ന് ഒട്ടിച്ചിരിക്കുന്നു. പോലീസുകാർക്ക് കഴിഞ്ഞ 10 ദിവസമായി പോലീസുകാർക്ക് താമസിക്കാനും അവർക്ക് വിശ്രമിക്കാനുമുള്ള ഒരു സ്ഥലമായി ഈ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഈ സ്ഥലത്തെ പള്ളി കമ്മിറ്റി വിട്ടുകൊടുത്തിരിക്കുകയാണ്. 10 ദിവസമായി അതങ്ങനെ തന്നെയാണ്. ഇതേപോലെ തന്നെ ഫയർഫോഴ്സിന് താമസിക്കാനുള്ള സ്ഥലവും തൊട്ടപ്പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വാഷ്റൂമുണ്ട്. ഇന്ന് വരുന്ന ആർക്കും അവിടേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നമുക്കിപ്പോൾ ഉണ്ട്. നോമ്പായതുകൊണ്ട് ഭക്ഷണവും മറ്റും കൊടുക്കും. മണക്കാട് പള്ളി നോമ്പ് മാസമാണ്, അറിയാം എല്ലാവർക്കും. മണക്കാട് പള്ളി 10 ദിവസം മുന്നേ തന്നെ ഈ പൊങ്കാലയ്ക്കായിട്ട് പള്ളി തുറന്നിട്ടിരിക്കുകയാണ്. ഭക്തജനങ്ങൾക്ക് താമസം, പൊങ്കാലയ്ക്ക് ആവശ്യമായ വെള്ളം, ഈ ദൂരെ നിന്നൊക്കെയുള്ള ആളുകളായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അവരിലൂടെ വരുന്ന ഡ്രൈവർമാർക്ക്, അതുപോലെ തന്നെ പൊങ്കാല അർപ്പിക്കുന്ന ചേച്ചിമാരുടെ അല്ലെങ്കിൽ അമ്മമാരുടെ മക്കൾക്ക്, ഭർത്താക്കന്മാർക്ക് അവർക്ക് തങ്ങാനുള്ള റൂം, നമ്മുടെ പോലീസുകാർക്ക് ആവശ്യമായിട്ടുള്ള റൂം, എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി തുറന്ന് കൊടുത്തിരിക്കുകയാണ് മണക്കാട് പള്ളി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി. അതുപോലെ തന്നെ അവരുടെ വിഷമമായിട്ട് അവർ പറയുന്നത് നോമ്പായതുകൊണ്ട് ഫുഡ് കൊടുക്കാൻ സാധിക്കില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ വിഷമം. അറിയാലോ, നോമ്പ് സമയത്ത് അവർ കഴിക്കാറില്ല, ആഹാരം കൊടുക്കാൻ സാധിക്കില്ല, വൈകുന്നേരത്തിലേ പറ്റുള്ളൂ. അപ്പോൾ നോമ്പ് കഞ്ഞിയുണ്ട്. നോമ്പ് കഞ്ഞി അവർ ഈ വരുന്നവർക്കായിട്ട് കൊടുക്കുന്നുമുണ്ട്. അത് വെജിറ്റേറിയനായിട്ട് വ്രതശുദ്ധിയോടുകൂടി വളരെ നല്ല രീതിയിൽ ആ ആഹാരം അവർ വരുന്നവർക്ക് കൊടുക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ വാർത്തയിൽ പറയുന്നത്. ആറ്റുകാൽ പൊങ്കാലയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നുമില്ല. പൊങ്കാല അർപ്പിക്കാൻ വരുന്നത് നിരവധി നമ്മുടെ ഇന്ത്യക്ക് അകത്തുനിന്നുള്ളൊരു കേരളത്തിൽ നിന്നുള്ളത് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തു നിന്നും അകത്തു നിന്നും അത് മറ്റ് നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും, അതായത് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, അതായത് വിദേശീയർ പോലും വന്ന് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. നിരവധി ഭക്തജനങ്ങളാണ്. എന്നുവെച്ചാൽ ഒരു സൂചി, നമ്മൾ പറയല്ലോ മണ്ണ് നുള്ളിയിടാൻ സ്ഥലമില്ല, അതുപോലെ അവിടെ നിറയും. തിരുവനന്തപുരം ഫുള്ള്, അതായത് എവിടെ വരെയാണോ പൊങ്കാലയെന്ന് നമുക്ക് കണ്ടെത്താൻ പോലും പറ്റില്ല. നിരവധി ആളുകളാണ് പൊങ്കാല അർപ്പിക്കാനായിട്ട് അവിടെ എത്തുന്നത്. ഇപ്പം നമ്മളും അതിൽ പങ്കാളികളാവുന്ന വ്യക്തികളാണ്. ആ പൊങ്കാലയ്ക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു തുള്ളി വെള്ളം പോലും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എല്ലാം സൗജന്യമാണ്. രാവിലത്തെ ഫുഡായാലും ഉച്ചക്കലത്തെ ഫുഡായാലും എല്ലാം സൗജന്യമാണ്. എല്ലാത്തിനും അത്രയേറെ ആളുകളാണ് ഇതിൽ സജ്ജമായിരിക്കുന്നത്. വളരെ എന്താ പറയുന്നത്, ഓരോ വീടുകളും, അപ്പോൾ അത് ഹിന്ദുവിൻ്റെ വീടാവാം, മുസ്ലിമിൻ്റെ വീടാവാം, ക്രിസ്ത്യൻ, അങ്ങനൊന്നുമില്ല, ഏത് വീടും തുറന്നിട്ടിരിക്കുകയാണ് പൊങ്കാല അർപ്പിക്കാനായിട്ട്, വരുന്നവർക്ക് സഹായങ്ങൾ കൊടുക്കാനായിട്ടും. അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള റൂമുകൾ കൊടുക്കും, അതുപോലെ വണ്ടി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അവസരം കൊടുക്കും. എല്ലാ തരത്തിലുള്ള സന്നദ്ധ സംഘടനകളായാലും അതുപോലെ തന്നെ വ്യക്തികളായാലും വളരെയധികം അർപ്പണ മനോഭാവത്തോടു കൂടിയാണ് അമ്മയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. എത്രയോ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് വാർത്തകളിൽ, ഇപ്പം ഈ വർഷം വാർത്തകളിൽ ഒരുപാട് കണ്ടു കാണും, നിരവധി
ഹിന്ദുക്കൾ ഈ പൊങ്കാല അർപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് വിശ്വാസമാണ് അമ്മേ, അത്രയ്ക്ക് വിശ്വാസമാണ്. അതുപോലെ തന്നെ അത്രയ്ക്ക് ഒരു മത സൗഹാർദ്ദമാണ് അവിടെ നടക്കുന്നത്. അവിടെ ഇത് ഹിന്ദുവാണ് അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യുന്ന ആചാരമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. ഇപ്പോൾ ഒരു നോമ്പ് മാസത്തിൽ പോലും ആ ഒരു പള്ളി അതിനായി തുറന്നു കൊടുത്ത് അവരുടെ സ്ത്രീകളുടെ നമസ്കാര മുറി പോലീസുകാർക്കായി തുറന്നു കൊടുക്കുന്നു. എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്യുന്നു. ഇതൊക്കെ മറ്റ് സംസ്ഥാനങ്ങൾ കണ്ടുപിടിക്കണം. നമ്മളെ കളിയാക്കുന്നവർ, എല്ലാത്തിനും നമ്മളെ കുറ്റം പറയുന്നവർ കണ്ടുപിടിക്കണം. ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കെട്ടാണ്. നമ്മുടെ സംസ്ഥാനം അങ്ങനെയാണ്, നമ്മൾ അങ്ങനെയാണ്, അതവർ മനസ്സിലാക്കണം. നമ്മൾ വാഹനത്തിൽ തിരിച്ചു വരുമ്പോൾ പൊങ്കാല അർപ്പിച്ച് തിരിച്ചു വരുന്ന സമയത്ത് വരുന്ന വഴിയിലെല്ലാം നമുക്ക് ഫുഡാണ്. അതായത് തണ്ണിമത്തൻ ജ്യൂസുകൾ, വെള്ളം, ബിസ്ക്കറ്റ്, എന്തൊക്കെ സാധനങ്ങളാണോ അതെല്ലാം ഫ്രീ ആയിട്ട് ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പൊങ്കാലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് സൗജന്യമായി ലഭിക്കുന്നത് അറിയില്ല. എല്ലാം സൗജന്യമാണ്, ഒന്നിനും വില വാങ്ങാറില്ല. എല്ലാം വളരെ ഒരു ഐക്യം കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു പൊങ്കാലയ്ക്ക് തന്നെ എത്തണം. ദശലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പൊങ്കാലയാണത്. സ്ത്രീകളുടെ നമുക്ക് അത്ര ശബരിമലയെന്ന് തന്നെ പറയാം, അത്രയും ആളുകളാണ് വന്ന് ഓരോ വർഷവും പൊങ്കാലയിടാനുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ വീട്ടുകാരും. നമ്മൾ ചെല്ലുന്ന എല്ലാവരും ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുകയാണ്. നമുക്ക് അവിടെ പറ്റില്ല എന്നൊരു വാക്ക് ആരും പറയില്ല. എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി അവർ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് നമ്മളോട് പെരുമാറുന്നത്. ഇപ്പൊ തന്നെ നമ്മൾക്ക് ഈ ഒരു ഒത്തൊരുമ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പോകണം കേട്ടോ. നമുക്ക് ഇങ്ങനൊരു അവസരങ്ങളിൽ നമ്മളിവിടെ വർഗീയത പരത്തുന്നവർ തോറ്റു പോവുകയാണ്. ഹിന്ദുക്കളാണവർ, മുസ്ലിമാണവർ, ക്രിസ്ത്യനാണ്, അങ്ങനെ പറഞ്ഞ് പരത്തുന്നവർ ഇവിടെ തോറ്റു പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.